ചമയങ്ങളില്ലാതെ, ചായമില്ലാതെ, മായമില്ലാതെ. ഹൈസ 6 പതിറ്റാണ്ടായി നഗരത്തിന്റെ മുഴുവൻ മാലിന്യവും പേറുന്ന ഈസ്റ്റ് കടാതിയിലെ വളക്കുഴി ഡംപിംഗ് യാർഡിൽ ബയോ മൈനിംഗ് ആരംഭിക്കുന്നതിനുള്ള കൂറ്റൻ യന്ത്രസാമഗ്രികൾ എത്തിച്ചു. 10.82 കോടി രൂപ മുതൽ മുടക്കിയാണ് കേരള ഖരമാലിന്യ പരിപാലന പദ്ധതി പ്രകാരം നഗരസഭ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ ബയോ മൈനിംഗ് ആരംഭിക്കുന്നതെന്ന് നഗരസഭാ ചെയർമാൻ PP എൽദോസ് അറിയിച്ചു. 6 പതിറ്റാണ്ടായി മൂവാറ്റുപുഴ നഗരത്തിന്റെ മുഴുവൻ മാലിന്യവും പേറുന്ന ഈസ്റ്റ് കടാതിയിലെ വളക്കുഴി ഡംപിംഗ് യാർഡിൽ ബയോ മൈനിംഗ് ആരംഭിക്കുന്നതിനുള്ള കൂറ്റൻ യന്ത്രസാമഗ്രികൾ നാഗ്പൂരിൽ നിന്നും എത്തിച്ചു. കേരള ഖരമാലിന്യ പരിപാലന പദ്ധതി പ്രകാരം നഗരസഭ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ ബയോ മൈനിംഗ് നടത്തുന്നതിനായി 10.82 കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. നാഗ്പൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന SMS ലിമിറ്റഡാണ് കരാർ ഏറ്റെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ 1-ന് മൈനിംഗ് ആരംഭിക്കാനായിരുന്നു തീരുമാനം. എന്നാൽ പ്രദേശവാസികളുടെ ആശങ്കകൾ പരിഹരിച്ച ശേഷമേ വളക്കുഴിയിൽ ബയോ മൈനിംഗ് ആരംഭിക്കേണ്ടതുള്ളൂ എന്ന് നഗരസഭാ ചെയർമാൻ PP എൽദോസ് നിലപാടെടുത്തു. ഈ കൗൺസിൽ അധികാരത്തിൽ വന്ന നാൾ മുതൽ അവിടുത്തെ ശുദ്ധീകരണ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടപ്പിലാക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ച് മുന്നോട്ട് പോവുകയാണ്. ഇതിൻ്റെ ഭാഗമായി നാഗ്പൂർ കേന്ദ്രമായിട്ടുള്ള ഒരു ഏജൻസിയുമായി ബന്ധപ്പെട്ട് ഡംപിംഗ് യാർഡിൽ ബയോ മൈനിങ് ആരംഭിക്കുന്നതിനുള്ള യന്ത്ര സാമഗ്രികളെല്ലാം അവിടെ എത്തിച്ചിട്ടുണ്ട്. ബയോ മൈനിങ് നടക്കുമ്പോൾ ഉണ്ടാകുന്ന പൊടിപടലങ്ങൾ, അതുപോലെ ദുർഗന്ധമുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ശമനമുണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടത്തി വരികയാണ്. കൂടാതെ ആ പ്രദേശത്തുള്ള മുനിസിപ്പൽ 24, 25 വാർഡുകളിലെ ജനങ്ങളുടെയും പരിസരവാസികളായ പൈപ്പർ പഞ്ചായത്തിലെ ആളുകളുടെയും ഒക്കെ സഹകരണം ഇക്കാര്യത്തിൽ ഉറപ്പാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി വിവിധ തരങ്ങളിലുള്ള യോഗങ്ങൾ സംഘടിപ്പിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി വാർഡ് സഭ പ്രത്യേകമായി യോഗം ചേർന്നു. തൊട്ടടുത്ത ദിവസം പൈപ്ര പഞ്ചായത്ത് ഭരണസമിതിയുമായി മൂവാറ്റുപുഴയിലെ നഗരസഭയുടെ ജീവനക്കാരും ചെയർമാനും ഉൾപ്പെടെ അവിടെ പോയി അവരുമായി സംസാരിച്ച് എന്തെല്ലാം കാര്യങ്ങളാണ് അവിടെ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പഞ്ചായത്ത് ഭരണസമിതിയെ കൂടി ബോധ്യപ്പെടുത്തിയതിന് ശേഷം ആ ഡംപിംഗ് യാർഡ് സ്ഥിതി ചെയ്ത പ്രദേശത്തെ മുടവൂർ പ്രദേശത്തെ മുഴുവൻ ജനങ്ങളെയും വിളിച്ചു ചേർത്ത് അവരുടെ മനസ്സിലുള്ള ചെറിയ ചെറിയ ആശങ്കകളുണ്ട്, അത് പരിഹരിച്ചതിന് ശേഷം ഈ മാസം തന്നെ ബയോ മൈനിങ് നടപടി ആരംഭിച്ച് മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇതിനായി വിവിധ ഘട്ടങ്ങളായി പ്രദേശവാസികളുടെ യോഗം ചേർന്നു. ഇതോടൊപ്പം ബോധവൽക്കരണവും ഊർജിതമാക്കി. ബയോ മൈനിങ് ആരംഭിച്ചാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് സമീപവാസികൾ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. മൈനിങ്ങിനിടെ ഉണ്ടാകാനിടയുള്ള ദുർഗന്ധം, പ്രാണികളുടെ ശല്യം, പൊടി എന്നിവയെ പ്രതിരോധിക്കാൻ മുന്നൊരുക്കങ്ങൾ നടത്തണമെന്നായിരുന്നു ആവശ്യം. ഈ സാഹചര്യത്തിൽ കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ മാർഗനിർദ്ദേശം നടപ്പാക്കാൻ തീരുമാനിക്കുകയായിരുന്നു. പൊടി കുറയ്ക്കുന്നതിന് വെള്ളം പമ്പ് ചെയ്യും, ഗ്രീൻ നെറ്റ് ഉപയോഗിച്ച് യാർഡ് മറയ്ക്കും, ദുർഗന്ധനാശിനികൾ ഉപയോഗിക്കും, ഗതാഗത സൗകര്യങ്ങൾ തടസ്സപ്പെടാതിരിക്കാനുള്ള മുൻകരുതലുകളും സ്വീകരിക്കും. 4.5 ഏക്കർ വിസ്തൃതി വരുന്ന വളക്കുഴി മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ ഭൂനിരപ്പിന് മുകളിൽ 31,995 ക്യൂബിക് മീറ്ററും താഴെ 55,905 ക്യൂബിക് മീറ്ററും മാലിന്യം നിലവിലുണ്ടെന്നാണ് കണക്കാക്കിയിരിക്കുന്നത്. ഇത് ഏകദേശം 44,589.18 മെട്രിക് ടൺ വരും. യന്ത്രസാമഗ്രികൾ എത്തിച്ചതോടെ ദിവസങ്ങൾക്കകം വളക്കുഴിയിൽ ബയോ മൈനിങ് ആരംഭിക്കും. വിജയകരമായി പൂർത്തിയാക്കാനായാൽ ഖരമാലിന്യ സംസ്കരണ രംഗത്ത് ബഹുദൂരം മുന്നേറാൻ മൂവാറ്റുപുഴ നഗരസഭയ്ക്കാകും. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.